വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക് കോർണർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RACയിലെ മൊഡ്യൂൾ 5 ആണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5ൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക് കോർണർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ്, ദെൻ സൈക്കോമെട്രിക് ചാർട്ട്, അതായത് സൈക്കോമെട്രിക് ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യാം, ദെൻ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, ദെൻ അനലിറ്റിക്കൽ മെത്തേഡ്, അതായത് അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സിമിലർലി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സൈക്കോമെട്രിക് പ്രോസസ്സസ്. ദെൻ നമ്മൾ ഈ ഒരു മൊഡ്യൂളിലെ കുറച്ച് ടേംസ്, അതായത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, ബൈപ്പാസ് ഫാക്ടർ, റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, ദെൻ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, പ്ലസ് ഈ ഒരു മൊഡ്യൂളിലെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, എൻതാൽപ്പി, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് വോളിയം. ഓക്കെ, അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്താ? നമ്മൾ ഒരു തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് ആൻ ഓർഡിനറി തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് ആ തെർമോമീറ്റർ എയറിലേക്ക് എക്സ്പോസ് ചെയ്യാം. അപ്പം ആ തെർമോമീറ്ററിൽ ഉണ്ടാകുന്ന റീഡിങ്ങിനാണ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദെൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താ? നമ്മൾ ആ ഒരു തെർമോമീറ്ററിൻ്റെ ബൾബിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി ചുറ്റുക, എന്നിട്ട് നമ്മൾ എയറിലോട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ്, അതായത് ആ തെർമോമീറ്റർ കാണിക്കുന്ന റീഡിങ്ങിനാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ പെർ kg ഓഫ് എയർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഒമേഗ ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ. ഓക്കെ, നെക്സ്റ്റ് ടേം വരുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ ഒരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എയറിലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ സെയിം ക്വാണ്ടിറ്റി ഓഫ് എയർ സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള മാസ് ഓഫ് വാട്ടർ വേപ്പർ. ഓക്കെ, ദെൻ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ ഇൻ എ ഗിവൺ വോളിയം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ കണ്ടെയ്ൻഡ് ഇൻ ദ സെയിം വോളിയം അറ്റ് സെയിം ടെമ്പറേച്ചർ വെൻ എയർ ഈസ് സാച്ചുറേറ്റഡ്. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ ആണ്. സിമിലർലി RH എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തിട്ട് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈ ഈക്വൽ ടു MV ഡിവൈഡ് ബൈ MVS, ദാറ്റ് ഈസ് ഈക്വൽ ടു PV ഡിവൈഡ് ബൈ PVS. ദെൻ നെക്സ്റ്റ് ടേം വരുന്നത് എൻതാൽപ്പി ഓഫ് എയർ. ഓക്കെ, എൻതാൽപ്പി ഓഫ് എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ഡ്രൈ എയർ പ്ലസ് എൻതാൽപ്പി ഓഫ് വേപ്പർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആണ്. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എയറിലുള്ള വേപ്പർ കണ്ടൻസ് ചെയ്ത് വാട്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ, അതിനാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ വേപ്പർ ഇൻ എയർ കണ്ടൻസിങ് ടു വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് സ്പെസിഫിക് വോളിയം, നമ്പർ ഓഫ് ക്യൂബിക് മീറ്റേഴ്സ് ഓക്യുപ്പൈഡ് ബൈ 1 kg ഓഫ് ഡ്രൈ എയർ, അതാണ് സ്പെസിഫിക് വോളിയം വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് സൈക്കോമെട്രിക് ചാർട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ കാണിച്ചിട്ടുള്ള ഓരോ ലൈൻസും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഓരോ ലൈൻസിൻ്റെയും വാല്യൂസ്, അതായത് സ്കെയിൽ എവിടെയാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബോക്സിൽ ഓരോ കളറിലുള്ള ലൈനും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് നോക്കുക.
ഓക്കെ, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് സൂചിപ്പിക്കുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനാണ്. ആൻഡ് അതിൻ്റെ സ്കെയിലാണ് ഇവിടെ തന്നിട്ടുള്ളത് -5, 0, 5 ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈന് വരുന്നത്, അതായത് ഈ ബ്ലാക്ക് വെർട്ടിക്കൽ ലൈൻസ്, ഓക്കെ, ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസാണ് നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹ്യൂമിഡിറ്റി റേഷ്യോ. ഓക്കെ, ഹ്യൂമിഡിറ്റി റേഷ്യോ ലൈൻ അറിയണം. അതാണ് ഈ വെർട്ടിക്കൽ ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, വെർട്ടിക്കൽ ആക്സിസിൽ ഇവിടെ 0.002, 0.004 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്കെയിൽ തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ലൈനാണ് ഈ ഹൊറിസോണ്ടൽ ബ്ലാക്ക് ലൈൻസ്. ഓക്കെ, അതായത് ഹ്യൂമിഡിറ്റി റേഷ്യോൻ്റെ ലൈൻ. ഓക്കെ, ദെൻ നമുക്കറിയേണ്ടത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എയറിൽ എത്ര മോയ്സ്ചർ കണ്ടൻറ് ഉണ്ട് എന്നുള്ളതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് ഇൻ പേഴ്സൻറ്റേജ് ആണ് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 10%, 15%, 20% എന്ന് പറഞ്ഞിട്ട് കർവ്ഡ് ലൈനാണ്. ഓക്കെ, ഈ കർവ്ഡ് ലൈൻ, ഓക്കെ, ആ കർവ്ഡ് ലൈനാണ് നമ്മുടെ ഹ്യൂമിഡിറ്റി റേഷ്യോനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂ ആണ് 10%, 15%, 20% എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത്. ദെൻ നമുക്കറിയേണ്ടത് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ. കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന എക്സ്റ്റെൻഡഡ് ലൈൻസ് ആണ് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ സ്കെയിലാണ് അതിൻ്റെ മേലെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കറിയേണ്ടത് സ്പെസിഫിക് വോളിയം ലൈൻ. ഓക്കെ, സ്പെസിഫിക് വോളിയം ലൈനാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂ ലൈൻസ് സ്പെസിഫിക് വോളിയം ലൈൻസ് ആണ്. ആൻഡ് അതിൻ്റെ സ്കെയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും pH ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആദ്യം നോക്കാം. നമുക്കൊരു 30 റേഞ്ചിൽ നമ്മളെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നു നോക്കാം. ഓക്കെ, അപ്പം 30 ഇവിടെയാണ് വരുന്നത്. ഈ 30ൻ്റെ ലൈന് നമ്മൾ മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ആ 30ൻ്റെ ലൈന് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ നമുക്ക് തന്നിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് ഒരു 40%-ലാണ് നോക്കുക. ഓക്കെ, അപ്പം ഈ 40%-ൻ്റെ ലൈന് നമ്മുടെ ഈ ഒരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ് നോക്കുക. ഓക്കെ, അപ്പം ഈ കാണിച്ചിട്ടുള്ള പോയിൻ്റാണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ്. ദെൻ നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ റെഫറൻസ് പോയിൻ്റ് എന്നൊരു ലൈന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈന് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈന് നമ്മുടെ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈനിന് പാരലലായിരിക്കണം. അതായത് ഈ കാണിച്ചിരിക്കുന്ന കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻസിന് പാരലലായിരിക്കണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്നത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ റെഫറൻസ് പോയിൻ്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, റെഫറൻസ് പോയിൻ്റിൽ നിന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെയും ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിൻ്റെയും സ്കെയിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 0, -5, 0, 5, 10 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മളെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിൻ്റെയും വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെയും സ്കെയിലാണ്. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ വരുന്നത് ഏകദേശം ഒരു 15 റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട് വരുന്നത്. ദെൻ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ദെൻ യൂസിങ് സൈക്കോമെട്രിക് ചാർട്ട് ഫൈൻഡ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് വോളിയം ആൻഡ് എൻതാൽപ്പി ഓഫ് എയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നമുക്ക് 13 തന്നിട്ടുണ്ട്. ദെൻ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമുക്ക് 25 തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് പോയിൻ്റ് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 30ൻ്റെ ലൈന് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ 30ൻ്റെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഈ 25, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 25 എവിടെ വെച്ചിട്ടാണ് നമ്മളെ 30യുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 25 എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ റെഫറൻസ് പോയിൻ്റ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മളെ റെഫറൻസ് പോയിൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണോ നമുക്ക് കിട്ടേണ്ടത്, നമ്മൾ ആ വാല്യൂവിന് പാരലലായിട്ട് വേണം ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഇവിടെ കാണിച്ചിട്ടുള്ള സ്കെയിൽ 20 ആണ്, ഇവിടെ കാണിച്ചിട്ടുള്ളത് 25 ആണ്. അപ്പം ഒരു 23 റേഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 65%ൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈന് നമ്മുടെ റെഫറൻസ് പോയിൻ്റുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് 65% ആണ്. ഓക്കെ, ദെൻ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമ്മുടെ വെർട്ടിക്കൽ ആക്സിസിലാണ് വരുന്നത്. ആൻഡ് കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈൻസ് ആണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 0.18 വരും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈന് വരുന്നത് ഈ കാണിച്ചിട്ടുള്ള ബ്ലൂ ലൈൻസ് ആണ്. ഓക്കെ, അപ്പം അതിന് പാരലായിട്ട് ഒരു ലൈന് താഴേക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പം ഇവിടെ 0.88 വരുന്നുണ്ട്, ഇവിടെ 0.9 വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വാല്യൂ വരുന്നത് ഒരു 0.89 റേഞ്ചിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻതാൽപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 75ൻ്റെ ലൈന് ഇവിടെ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ റെഫറൻസ് പോയിൻ്റായിട്ട്. സോ നമ്മളെ എൻതാൽപ്പി വരും 75 വരും. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സ് പറയുന്നതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അനലിറ്റിക്കൽ മെത്തേഡ് നോക്കാം. അതായത് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 760 mm ഓഫ് HG ഓർ 1.013 ബാർ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ സൈക്കോമെട്രിക് ചാർട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രോബ്ലത്തിൽ പ്രഷറിൻ്റെ വാല്യൂ 760 mm ഓഫ് HG ഓർ 1.013 ബാർ അല്ല തന്നതെങ്കിൽ, ഓക്കെ, 760 mm ഓഫ് HG ഓർ 1.013 ബാർ അല്ല നമ്മുടെ പ്രഷറിൻ്റെ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ തന്നതെങ്കിൽ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യണം. അതായത് സൈക്കോമെട്രിക് ചാർട്ട് അങ്ങനെയുള്ള കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ്, അതായത് നമ്മളിപ്പോൾ നോക്കിയ സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് ടോട്ടൽ പ്രഷർ ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. PSW മൈനസ് TB മൈനസ് PSW ഇൻറ്റു TD മൈനസ് TW ഡിവൈഡഡ് ബൈ 1527.4 മൈനസ് 13 TW. ഓക്കെ, അപ്പം TD എന്താണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. സിമിലർലി TW വരുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണ്. PB എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറാണ്. അപ്പം PSW എന്ന് പറയുന്നത് സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു TW. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു PSWൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡാറ്റ ബുക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഡാറ്റ ബുക്കിൻ്റെ കണ്ടൻസ് പോവുകയാണെങ്കിൽ
പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം എന്നാണ്. ഓക്കെ, അപ്പം അത് വരുന്നത് പേജ് നമ്പർ 2.1 ഓക്കെ, അപ്പം നമ്മൾ 2.1 എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ, അതായത് PSWൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് TW, അതായത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ക്വസ്റ്റ്യനിലൊരു 8 തന്നതെങ്കിൽ 0.0107 ആണ് വരിക നമ്മുടെ PSWൻ്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓർ ഹ്യൂമിഡിറ്റി റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഈക്വൽ ടു MV divided by MA equal to 0.622 into PV divided by PA. ഓക്കെ, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ടേം വരുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓർ പേഴ്സൻറ്റേജ് ഹ്യൂമിഡിറ്റി ആണ്. ഓക്കെ, അപ്പം മ്യൂ ഈക്വൽ ടു ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എസ്, അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് എയർ ഡിവൈഡ് ബൈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് എയർ വെൻ എയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് PV ഡിവൈഡ് ബൈ PVS ഇൻറ്റു PB മൈനസ് PVS ഡിവൈഡ് ബൈ PB മൈനസ് PV. അതായത് PB വരുന്നത് ടോട്ടൽ പ്രഷറാണ്, PV വരുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പറാണ്. ഓക്കെ, ആൻഡ് ഈ PVS വരുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷറാണ്. അത് നമ്മൾ ഡാറ്റ ബുക്ക് യൂസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഒരു 20 ആണ് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളതെങ്കിൽ 0.0234 വരും. ഓക്കെ, നെക്സ്റ്റ് ടേം വരുന്നത് വേപ്പർ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം. സിമിലർലി വേപ്പർ ഡെൻസിറ്റി ρV ഈക്വൽ ടു MV ഡിവൈഡ് ബൈ VV വരും. ദെൻ എൻതാൽപ്പി ഓഫ് മിക്സ്ചർ H ഈക്വൽ ടു 1.005 TD പ്ലസ് ഒമേഗ ഇൻറ്റു HG പ്ലസ് 1.88 TD പ്ലസ് TDP. ഓക്കെ, അപ്പോൾ TD എന്താ? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. TDP എന്താ? ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു PV. അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് PV കണ്ടുപിടിക്കണം. ദെൻ PVക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും, PVക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആയിരിക്കും വരിക നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. നമ്മൾ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത്? ദ സ്ലിംഗ് സൈക്കോമീറ്റർ ഇൻ എ ലബോറട്ടറി ടെസ്റ്റ് റെക്കോർഡഡ് ഫോളോയിങ് റീഡിങ്സ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ബാരോമീറ്റർ റീഡിംഗ് 740 mm ഓഫ് HG. അതായത് നമുക്ക് 760 mm ഓഫ് HG തന്നു കഴിഞ്ഞാൽ മാത്രമേ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് കഴിയൂ. ഓക്കെ, ഇപ്പം ടോട്ടൽ പ്രഷർ അഥവാ ബാരോമീറ്റർ റീഡിങ് 740 mm ഓഫ് HG ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ, ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വേപ്പർ ഡെൻസിറ്റി ആൻഡ് എൻതാൽപ്പി ഓഫ് മിക്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറാണ്. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? PV കണ്ടുപിടിച്ചിട്ട് PVക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം PV കണ്ടുപിടിക്കണം. PV കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത് PSW മൈനസ് PB മൈനസ് PSW ഇൻറ്റു TD മൈനസ് TW ഡിവൈഡഡ് ബൈ 1527.4 മൈനസ് 13 TW. ഓക്കെ, അപ്പോൾ നമുക്ക് PSW കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ കണ്ടുപിടിക്കണം. ഓക്കെ, വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാച്ചുറേഷൻ പ്രഷർ കണ്ടുപിടിക്കണം. അതായത് പേജ് നമ്പർ 2.1 എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? 20 ഡിഗ്രി സെൽഷ്യസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ വരുന്നത്
0.0234. ഓക്കെ, അപ്പോൾ നമ്മളെ PSW നമുക്ക് കിട്ടും 0.0234. സിമിലർലി നമുക്ക് PB തന്നിട്ടുള്ളത് 740 mm ഓഫ് HG ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഡാറ്റ ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച പ്രഷർ വരുന്നത് ഇൻ ബാറിലാണ്. സോ നമുക്ക് ബാറിലേക്ക് കൺവേർട്ട് ചെയ്യണം PBൻ്റെ വാല്യൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/760 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് PB = 0.98642 ബാർ എന്ന് കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിലെ എല്ലാ വാല്യൂസും നമുക്ക് ഇപ്പോൾ നോൺ ആണ്. TD എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്, TW എന്ന് പറയുന്നത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. അത് രണ്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡ്യൂ പോയിൻ്റ് അതായത് PV നമുക്ക് കിട്ടും 0.01703 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 0.0170ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസ് വരും നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ്. ഓക്കെ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത് PV/PVS. PVS എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു TD. അപ്പോൾ നമ്മളെ TD വരുന്നത് അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 2.1 നിന്ന് 30 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ 0.0425 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് PVൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.40 എന്ന് വരും. അത് 40% ആണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ = 0.622 × PV/PA. ഓക്കെ, അപ്പോൾ നമുക്ക് PAൻ്റെ വാല്യൂ അറിയില്ല, PVൻ്റെ വാല്യൂ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അതായത് ഈ ഒരു ഇക്വേഷനിൽ PA എടുക്കുകയാണെങ്കിൽ PA = PB - PV എന്ന് എഴുതിക്കൂടെ നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് PB നോൺ ആണ്, PV നോൺ ആണ്. സോ നമ്മളെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് കിട്ടും 0.01092 എന്ന് കിട്ടും. ദെൻ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് PV/PVS × PB - PVS /PB - PV. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെല്ലാ വാല്യൂസും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.391 എന്ന് കിട്ടും, അതായത് 39.1%. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേപ്പർ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വേപ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷനും കൂടിയുണ്ട്. ഒമേഗ × PB - PV /RA × TdB, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് ഇതിൽ RA വരുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഓർ നമുക്ക് വേപ്പർ ഡെൻസിറ്റി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചു, PB നമ്മൾ കണ്ടുപിടിച്ചു, നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സിമിലർലി PV നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് RA യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ നമുക്കറിയാം. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എടുക്കുമ്പോൾ നമ്മൾ അത് കെൽവിനിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം വേപ്പർ ഡെൻസിറ്റി കിട്ടും 0.0218 എന്ന് കിട്ടും. ഓക്കെ, 0.0218 kg/m³. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എൻതാൽപ്പി ആണ്. എൻതാൽപ്പിക്കുള്ള ഇക്വേഷൻ വരുന്നത് 1.005 TD + ഒമേഗ × HG + 1.88 TD - TDP ആണ്. ഓക്കെ, അതായത് TDP ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, HG എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് വേപ്പർ കറസ്പോണ്ടിങ് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ HG മാത്രമാണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്. അപ്പം HG കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 30 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HG വാല്യൂ വരുന്നത് 2556.3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻതാൽപ്പി = 58 kJ/kg എന്ന് കിട്ടും.
ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് സൈക്കോമെട്രിക് പ്രോസസ്സസ് ആണ്. ദെൻ മൊഡ്യൂൾ 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സൈക്കോമെട്രിക് പ്രോസസ്സസ്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലംസ്, അതായത് മൊഡ്യൂൾ 5 പ്രോബ്ലംസ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഈ ഒരു സെക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പം സൈക്കോമെട്രിക് പ്രോസസ്സസ് വരുന്നത് സെൻസിബിൾ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്, ലാറ്റന്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്, ഇവാപറേറ്റീവ് കൂളിംഗ് പ്രോസസ്, ദെൻ അഡിയാബാറ്റിക് മിക്സിംഗ്. ഓക്കെ, അപ്പം സെൻസിബിൾ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിൽ വരുന്നതാണ് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സും സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സും. ദെൻ ലാറ്റന്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിൽ വരുന്നതാണ് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, ദെൻ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഇവാപറേറ്റീവ് കൂളിങ്ങിൽ വരുന്നതാണ് അഡിയാബാറ്റിക് സാച്ചുറേഷൻ. ദെൻ അഡിയാബാറ്റിക് മിക്സിങ്ങിൽ വരുന്നതാണ് മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീംസ്. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് വെച്ചാൽ എയറിനെ ഹീറ്റ് ചെയ്യുക വിത്തൗട്ട് അഡീഷൻ ഓർ റിമൂവൽ ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യാണ്ട് എയറിനെ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹോട്ട് കോയിലിലൂടെ, അതായത് ഹീറ്റഡ് കോയിലിൻ്റെ സർഫസിലൂടെ എയറിനെ പാസ് ചെയ്യുക. ദെൻ എയർ ഹീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഈ കോയിലിലൂടെ നമ്മളൊരു സ്റ്റീമോ ഓർ എനി അതർ ഹോട്ട് ഫ്ലൂയിഡ് ഈ കോയിലിലൂടെ പാസ് ചെയ്യിക്കും. ഓക്കെ, അപ്പം നമ്മുടെ കോയിൽ ഹീറ്റ് ചെയ്യും. ദെൻ കോയിലിൻ്റെ സർഫസിലൂടെ എയർ പാസ് ചെയ്യുമ്പം എയർ ഹീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇൻലെറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ TD1 ആണ് ആൻഡ് എക്സിറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ TD2 ആണ്. ഓക്കെ, ദെൻ TD3 എന്ന് പറയുന്നത് കോയിലിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം എക്സിറ്റ് ചെയ്യുന്ന എയറിന് കോയിലിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ അത്രയും ടെമ്പറേച്ചർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? TD1 ലെസ് ദാൻ TD2 ലെസ് ദാൻ TD3. അതായത് TD3 ആണ് ഹയർ ടെമ്പറേച്ചർ വരുന്നത്. ഇപ്പോൾ നമ്മളിത് സൈക്കോമെട്രിക് ചാർട്ടിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അതായത് ഇതാണ് ഒരു സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഏകദേശ രൂപം വരുന്നത്. ദെൻ എക്സ് ആക്സിസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വൈ ആക്സിസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 എന്ന് പറയുന്നത് ഇൻലെറ്റ് കണ്ടീഷൻ, 2 എന്ന് പറയുന്നത് എക്സിറ്റ് കണ്ടീഷൻ ആൻഡ് 3 എന്ന് പറയുന്നത് കോയിലിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, കോയിലിൻ്റെ ടെമ്പറേച്ചർ TD3. ഓക്കെ, ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അതായത് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നില്ല, റിമൂവ് ചെയ്യുന്നില്ല. സോ സ്പെസിഫിക് ഹ്യൂമിഡിറ്റീൻ്റെ ലൈന് അൺചേഞ്ച്ഡ്. ഓക്കെ, ദെൻ എക്സ് ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈനാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇക്വേഷൻ എന്താ? m./Δh ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിക്വയർഡ് പാരാമീറ്റർ എന്തൊക്കെയാണ്? ഇൻലെറ്റ് എയർ കണ്ടീഷനും എക്സിറ്റ് എയർ കണ്ടീഷനും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഒരു എൻതാൽപ്പി സ്കെയിൽ ഉണ്ട്, അതിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് H1ഉം H2ഉം കിട്ടും. ഓക്കെ, ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള H1ഉം H2ഉം കിട്ടും. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് m./H2 - H1, അതായത് ഹയർ ടെമ്പറേച്ചർ വരുന്നത് H2 ആണ്. അടുത്ത പ്രോസസ്സ് വരുന്നത് സെൻസിബിൾ കൂളിംഗ് ആണ്. സെൻസിബിൾ കൂളിംഗ് എന്ന് വെച്ചാൽ കൂളിംഗ് ഓഫ് എയർ വിത്തൗട്ട് ആഡിങ് ഓർ റിമൂവൽ ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു റെഫ്രിജറൻറ്റ് യൂസ് ചെയ്തിട്ട് കോയിൽ കൂൾ ചെയ്യുക. ഈ കൂൾഡ് കോയിലിൻ്റെ സർഫസിലൂടെ എയർ പാസ് ചെയ്യുക. ദെൻ നമ്മളെ എയർ കൂൾ ചെയ്യും. ഓക്കെ, അപ്പം TD1 ആണ് ഇൻലെറ്റ് ടെമ്പറേച്ചർ, TD2 ആണ് എക്സിറ്റ് ടെമ്പറേച്ചർ. നമ്മൾ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ TD1 ലെസ് ദാൻ TD2. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ TD3, അതായത് TD3ൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കോയിലിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും ഏറ്റവും കുറവ് വരുന്നത് ഈ ഒരു കേസിൽ. ഇപ്പം TD1 ഗ്രേറ്റർ ദാൻ TD2 ഗ്രേറ്റർ ദാൻ TD3 നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പം നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് നോക്കുകയാണെങ്കിൽ
എക്സ് ആക്സിസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനാണ്, വൈ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റീനാണ്. ഓക്കെ, അപ്പം ഹ്യൂമിഡിറ്റി അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പാടില്ല. സോ നമുക്ക് എക്സ് ആക്സിസിലൊരു പാരലൽ ലൈനാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം 0.1 ഇവിടെ എടുക്കുക, നമുക്ക് ഏകദേശം ഇവിടെയാണ് വരുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇവിടെ 0.1 എടുത്തു. ദെൻ ഹ്യൂമിഡിറ്റിക്ക് ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകാൻ പാടില്ല. സോ ഒരു പാരലൽ ലൈൻ വരച്ചു, അതായത് എക്സ് ആക്സിസിന് പാരലൽ ലൈൻ വരച്ചു. 2 ഇവിടെ നമ്മൾ എടുത്തു. 3 നമ്മുടെ കോയിലിൻ്റെ ടെമ്പറേച്ചറാണ് TD3 വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 0.1 എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻതാൽപ്പി സ്കെയിലിൽ H1 കിട്ടും. ദെൻ 0.2 എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ H2 കിട്ടും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ H1 ആണ് ഗ്രേറ്റർ. ഓക്കെ, അപ്പം Q നമുക്ക് m ഡോട്ട് ഇൻറ്റു H1 മൈനസ് H2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വരുന്നത് ലാറ്റൻ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സാണ്. അതിന് മുന്നേ നമുക്കൊരു ടേം പരിചയപ്പെടാനുണ്ട്, അതായത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സെൻസിബിൾ ഹീറ്റ് ടു ദ ടോട്ടൽ ഹീറ്റ്. ഓക്കെ, അപ്പം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എങ്ങനെ എഴുതാം? സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ്. അപ്പം ടോട്ടൽ ഹീറ്റിനെ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻ്റ് ഹീറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പം ലാറ്റൻ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സിൽ വരുന്നതാണ് ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ. അതായത് ഹീറ്റ് ചെയ്യുകയും വേണം, ഹ്യൂമിഡിഫൈ ചെയ്യുകയും വേണം. ഹ്യൂമിഡിഫൈ ചെയ്യുമ്പം മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഹോട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എയർ ഹ്യൂമിഡിഫൈ ചെയ്യുകയും ചെയ്യും, ഹീറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം TD2 അതായത് എക്സിറ്റ് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻലെറ്റ് ടെമ്പറേച്ചറിനേക്കാളും ഹയറാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ സൈക്കോമെട്രിക് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഹ്യൂമിഡിഫൈ ചെയ്യുമ്പം നമ്മുടെ ഒമേഗ അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യണം. സിമിലർലി ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യണം, അതായത് ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. സോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം, സിമിലർലി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യണം. സോ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരക്കാം, അതായത് ഇങ്ങോട്ട് പോകുമ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ഇങ്ങോട്ട് പോകുമ്പം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇങ്ങനെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യും, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എൻതാൽപ്പി നോക്കുകയാണെങ്കിൽ H2 ഗ്രേറ്റർ ദാൻ H1 ആണ്. സോ Q ഈക്വൽ ടു m ഡോട്ട് ഇൻറ്റു H2 മൈനസ് H1 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കേസിലെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് നമ്മളിവിടെ എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇത് രണ്ട് കൂടി ചേരുന്ന നമ്മൾ പോയിൻ്റ് നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പം സെൻസിബിൾ ഹീറ്റ് എന്താ വരും? ഇവിടെ HX മൈനസ് H1 വരും. അതായത് ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി ഇവിടെ നമുക്ക് HX കിട്ടും. ഓക്കെ, HX മൈനസ് H1 ആണ് സെൻസിബിൾ ഹീറ്റ്. അതായത് നമ്മളിപ്പം സെൻസിബിൾ ഹീറ്റിങ്ങും സെൻസിബിൾ കൂളിങ്ങും പഠിച്ചു. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാത്ത വിധത്തിലൊരു സ്ട്രെയിറ്റ് ലൈനായിരുന്നു സെൻസിബിൾ ഹീറ്റ് വരുന്നത്. ഓക്കെ, അപ്പം HX മൈനസ് H1 ആണ് സെൻസിബിൾ ഹീറ്റ് വരുന്നത്. ദെൻ ലാറ്റൻ ഹീറ്റ് എന്ത് വരും? ലാറ്റൻ ഹീറ്റ് H2 മൈനസ് HX വരും. ഓക്കെ, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല. സിമിലർലി ഒമേഗ അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിക്ക് മാത്രം ചേഞ്ച്. ഓക്കെ, അപ്പം നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എഴുതുകയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് വരുന്നത് HX മൈനസ് H1 ആണ്. സിമിലർലി ലാറ്റൻ ഹീറ്റ് വരുന്നത് H2 മൈനസ് HX ആണ്. ഓക്കെ, അപ്പം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്നുള്ള ഇക്വേഷൻ എന്താ? സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻ ഹീറ്റ്. ഓക്കെ, ഇപ്പം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വരും HX മൈനസ് H1 ഡിവൈഡ് ബൈ HX മൈനസ് H1 പ്ലസ് H2 മൈനസ് HX എന്ന് വരും. ഓക്കെ, അടുത്ത് വരുന്നത് ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ഓർ കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതായത് എയറിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഡിക്രീസ് ചെയ്യാൻ വേണം, സിമിലർലി എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ TD2 ഗ്രേറ്റർ ദാൻ TD1
അപ്പോൾ നമ്മളിത് സൈക്കോമെട്രിക് ചാർട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. അതായത് എക്സ് ആക്സിസിൽ ഇൻക്രീസ് ഉണ്ടാവണം, വൈ ആക്സിസിൽ ഡിക്രീസ് ഉണ്ടാവണം. ഓക്കെ, അപ്പം പോയിൻ്റ് 1 നമ്മളിവിടെ എടുത്തു. ദെൻ ഒരു എക്സ് ആക്സിസിൽ ഇൻക്രീസ് ഉണ്ടാകുന്നതും വൈ ആക്സിസിൽ ഡിക്രീസ് ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു ലൈന് നമ്മളിങ്ങനെ വരച്ചു. ഓക്കെ, ദെൻ പോയിൻ്റ് 2. ദെൻ നമ്മളിവിടെ പോയിൻ്റ് 3 കാണിച്ചിട്ടുള്ളത് അപ്പാരറ്റസിൻ്റെ ടെമ്പറേച്ചറല്ല, ബട്ട് ഐഡിയൽ കേസിലാണ് ഇത്രയും ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ ആക്ച്വൽ കേസിൽ ഇത്ര മാത്രമേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം എഫിഷ്യൻസി ഓർ എഫക്റ്റീവ്നെസ് ഓഫ് ഡീഹ്യൂമിഡിഫയർ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ ഈക്വൽ ടു TD3 മൈനസ് TD1 ഡിവൈഡ് ബൈ TD2 മൈനസ് TD1. അതായത് ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതായത് TD3 മൈനസ് TD1, അതായത് ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഐഡിയൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അതായത് TD2 മൈനസ് TD1. ദെൻ നമുക്കിതിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എഴുതുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. അതായത് ഇത് നമ്മൾ എക്സ് എന്നെടുക്കാം. സിമിലർലി ഇവിടെയുള്ള എൻതാൽപ്പി നമുക്ക് HX എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലാറ്റൻ ഹീറ്റ് എന്താ വരുന്നത്? H1 മൈനസ് HX വരും. ഓക്കെ, സിമിലർലി ഇവിടെ ഉണ്ടാകുന്ന സെൻസിബിൾ ഹീറ്റ് എന്താ വരുന്നത്? H2 മൈനസ് HX വരും. ഓക്കെ, സിമിലർലി ഇവിടെ H1 ഈക്വൽ ടു H2 നമ്മൾ എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ ഒരു ലൈനാണ്. ആക്ച്വലി H1 ഈക്വൽ ടു H2 ആയിരിക്കില്ല, ബട്ട് H1ഉം H2ഉം തമ്മിലുള്ള ചേഞ്ച് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എഴുതുകയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് വരും H2 മൈനസ് HX, ലാറ്റൻ ഹീറ്റ് വരും H1 മൈനസ് HX വരും. അപ്പം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കിട്ടും H2 മൈനസ് HX ഡിവൈഡ് ബൈ H2 മൈനസ് HX പ്ലസ് H1 മൈനസ് HX. അടുത്ത പ്രോസസ്സ് വരുന്നത് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ, അതായത് എയറിനെ കൂൾ ചെയ്യാൻ വേണം, സിമിലർലി ഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പം TD2 ലെസ് ദാൻ TD1 ആണ് ഇവിടെ വരുന്നത്. അതായത് ഒരു സ്പ്രേയർ യൂസ് ചെയ്തിട്ട് ഹ്യൂമിഡിഫൈ ചെയ്യുകയും ചെയ്യും, സിമിലർലി കൂൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം കൂൾ ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഹ്യൂമിഡിഫൈ ചെയ്യുമ്പം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യും. സോ പോയിൻ്റ് 1 നമ്മൾ ഇവിടെ എടുത്തു. ദെൻ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണം, അതായത് വൈ ആക്സിസിൽ ഇൻക്രീസ് ഉണ്ടാകണം, എക്സ് ആക്സിസിൽ ഡിക്രീസ് ഉണ്ടാകണം. ഓക്കെ, എക്സ് ആക്സിസിൽ ഡിക്രീസ് ഇങ്ങോട്ട് വരും, സിമിലർലി വൈ ആക്സിസിൽ ഇൻക്രീസ് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പം H1ഉം H2 ഇങ്ങനെ വരും. സിമിലർലി H1 ഈക്വൽ ടു H2 ആണ്. ദെൻ നമ്മൾ ഇവിടുത്തെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എഴുതുകയാണെങ്കിൽ സെൻസിബിൾ ഹീറ്റ് എവിടെ വരുന്നത്? ഇവിടെ നമുക്ക് ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, H1 മൈനസ് HX ആണ് നമ്മുടെ സെൻസിബിൾ ഹീറ്റ് വരുന്നത്. H2 മൈനസ് HX വരും നമ്മുടെ ലാറ്റൻ ഹീറ്റ്. ഓക്കെ, അപ്പം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? H1 മൈനസ് HX ഡിവൈഡഡ് ബൈ H1 മൈനസ് HX പ്ലസ് H2 മൈനസ് HX, അതായത് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻ ഹീറ്റ്. ഓക്കെ, അടുത്തത് വരുന്നത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതായത് നമ്മുടെ എയറിനെ കൂൾ ചെയ്യാൻ വേണം, അതുപോലെ ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യണം, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പം കൂൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? നമ്മളെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം. ഡീഹ്യൂമിഡിഫൈ ചെയ്യുമ്പം നമ്മുടെ ഒമേഗ, അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പം എക്സ് ആക്സിസിനും ഡിക്രീസ് ഉണ്ടാകണം, വൈ ആക്സിസിനും ഡിക്രീസ് ഉണ്ടാകണം. ഓക്കെ, അപ്പം എക്സ് ആക്സിസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വേണം, സിമിലർലി വൈ ആക്സിസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വേണം. സോ നമ്മൾ അതിന് ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു സിമിലർലി ഇവിടെ നമുക്ക് H1 എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പറേച്ചർ കിട്ടും. എൻതാൽപ്പി H1 കിട്ടും. H2 നമുക്ക് ഈ പോയിന്റ് 2 എൻതാൽപ്പി എടുക്കാം. സോ H1 ഗ്രേറ്റർ ദാൻ H2 ആണ്. സോ Q ഈക്വൽ ടു M ഡോട്ട് H1 മൈനസ് H2. ഓക്കെ, അപ്പം നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പോയിന്റ് നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്യാണ്. സോ ഈ എക്സിലെ എൻതാൽപ്പി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ HX വരും. ഓക്കെ, അപ്പം ഇവിടുത്തെ സെൻസിബിൾ ഹീറ്റ് എന്താ വരിക? HX മൈനസ് H2 വരും. സിമിലർലി
ലാറ്റൻ ഹീറ്റ് എന്ത് വരും? H1 മൈനസ് HX വരും. H1 മൈനസ് HX. ഓക്കെ, അപ്പം കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനിൽ HX മൈനസ് H2 ആണ് സെൻസിബിൾ ഹീറ്റ് വരുന്നത്. ലാറ്റൻ ഹീറ്റ് H1 മൈനസ് HX വരും. സോ HX മൈനസ് H2 ഡിവൈഡ് ബൈ HX മൈനസ് H2 പ്ലസ് H1 മൈനസ് HX വരും സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവാപ്പറേറ്റീവ് കൂളിങ്ങിൽ അഡിയാബാറ്റിക് സാച്ചുറേഷൻ. ഓക്കെ, അപ്പം നമുക്കൊരു അഡിയാബാറ്റിക് പ്രോസസ്സർ അവിടെ നോ ഹീറ്റ് ട്രാൻസ്ഫർ ആയിരിക്കും. ഓക്കെ, അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Q ഈക്വൽ ടു m ഡോട്ട് ഇൻറ്റു ഡെൽറ്റ H. ഓക്കെ, അപ്പം H1 ഈക്വൽ ടു H2 ആകുമ്പോൾ അവിടെ നോ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആയിരിക്കും. ഓക്കെ, സിമിലർലി സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താ? മേക്കിംഗ് എയറിനെ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആക്കുക, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് മാക്സിമം ആക്കുക. ഓക്കെ, അപ്പം കേർവ്ഡ് ലൈന്, ഇങ്ങനെയുള്ള കേർവ്ഡ് ലൈനായിരുന്നു നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ. അപ്പം 100% വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പം ഒരു പോയിന്റ് നമ്മളിവിടെ 1 എടുത്തു, ദെൻ 2 വരുന്നത് ഈ ഒരു സാച്ചുറേഷൻ, അതായത് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ലൈനിലായിരിക്കും. സിമിലർലി H1 ഈക്വൽ ടു H2 ആണ്. ഓക്കെ, അപ്പം അഡിയാബാറ്റിക് സാച്ചുറേഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഫൈനൽ പ്രോസസ്സ് വരുന്നത് അഡിയാബാറ്റിക് മിക്സിംഗ് ഓഫ് 2 എയർ ആണ്. ഓക്കെ, 2 എയർ സ്ട്രീംസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് 2 എയർ സ്ട്രീം മിക്സ് ചെയ്തിട്ട് ഒരു ഓക്കെ, അപ്പം ഫൈനൽ പ്രോസസ്സ് വരുന്നത് അഡിയാബാറ്റിക് മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീം ആണ്. ഓക്കെ, അപ്പം 2 എയർ സ്ട്രീം മിക്സ് ചെയ്യുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആൻഡ് ഫസ്റ്റ് എയറിൻ്റെ ടെമ്പറേച്ചർ T1, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ω1, സിമിലർലി H1 അതിൻ്റെ എൻതാൽപ്പി, സിമിലർലി അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് m.1 എന്ന് എടുക്കുകയാണ്. സിമിലർലി സെക്കൻഡിൻ്റെ T2 ω2 H2 പ്ലസ് അതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് നമ്മൾ m.2 എന്ന് എടുക്കുകയാണ്. സിമിലർലി ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന ഗ്യാസിൻ്റെ T3 ω3 H3 m.3 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ m.1 പ്ലസ് m.2 ഈക്വൽ ടു m.3 എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി m.H1 പ്ലസ് m.H2 ഈക്വൽ ടു m.1 പ്ലസ് m.2 ഇൻറ്റു H3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ m.H1 പ്ലസ് m.H2 ഈക്വൽ ടു H3നെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണ്. സോ m.1 H3 പ്ലസ് m.2 H3 എന്ന് വരും. ഓക്കെ, ദെൻ നമ്മൾ m.1ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുകയാണ്. ഓക്കെ, m.1 H1 മൈനസ് m.1 H3 ഈക്വൽ ടു m.2 H3 മൈനസ് m.2 H2 എന്ന് വരും. ഓക്കെ, അപ്പം അത് നമ്മളൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ m.1 H1 മൈനസ് H3 ഈക്വൽ ടു m.2 H3 മൈനസ് H2 എന്ന് വരും. ഓക്കെ, അപ്പം m.1 ഡിവൈഡ് ബൈ m.2 ഈക്വൽ ടു H3 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3 എന്ന് വരും. ഓക്കെ, ഇപ്പം നമ്മൾ എൻതാൽപ്പീൻ്റെ ഇക്വേഷൻ എഴുതിയ സിമിലർലി നമ്മൾ സെയിം ഇക്വേഷൻ ടെമ്പറേച്ചറിൻ്റെ എഴുതുകയാണെങ്കിൽ m.1 ഡിവൈഡ് ബൈ m.2 ഈക്വൽ ടു T3 മൈനസ് T2 ഡിവൈഡ് ബൈ T1 മൈനസ് T3 എന്ന് വരും. ദെൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റീൻ്റെ എഴുതുകയാണെങ്കിൽ m.1 ഡിവൈഡ് ബൈ m.2 ഈക്വൽ ടു ω3 മൈനസ് ω2 ഡിവൈഡഡ് ബൈ ω1 മൈനസ് ω3 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മളിതിനെ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുക. ഓക്കെ, 1ഉം 2ഉം മിക്സ് ചെയ്തിട്ട് ഒരു തേർഡ് ഗ്യാസ് ഉണ്ടായി. ഓക്കെ, സിമിലർലി ഇതിൻ്റെ ഓരോ സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സും 2 ഗ്യാസിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതായത് ω1 ആയിരിക്കില്ല ω3. സിമിലർലി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാറ്റമുണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാറ്റമുണ്ട്, എൻതാൽപ്പി മാറ്റമുണ്ട്, അങ്ങനെ സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ് ഒക്കെ മാറ്റമുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആൻഡ് ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോസസ്സിൻ്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതായത് ഇതേതാ പ്രോസസ്സ് വരുന്നത്? നമ്മൾ 1 to 2 നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സിമിലർലി ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പം ഏതാ പ്രോസസ്സ്? കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് കോയിലിലൂടെ കടത്തി വിട്ടിട്ടാണ് എയറിനെ കൂൾ ചെയ്യുക. അപ്പം ഈ ഒരു കൂളിംഗ് കോയിലിലൂടെ കടന്നു പോകുന്ന എക്സിറ്റ് എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മളെ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഈ കൂളിംഗ് കോയിലിനായിരിക്കും എക്സിറ്റ് എയറിനേക്കാൾ കുറവ് ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ് ആയിരിക്കും. സിമിലർലി അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, അതായത് ഇവിടെ നമ്മൾ പോയിൻ്റ് 3 എന്നെടുക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് വരുന്നത് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനിലായിരിക്കും. ഓക്കെ, അതായത് 5 ADP എടുക്കുകയാണെങ്കിൽ 100% ആയിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് 5 സൂചിപ്പിക്കുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നെയാണ്. ഓക്കെ, 5 ADP = 100% ആയിരിക്കും. ഓക്കെ, ദെൻ ബൈപ്പാസ് ഫാക്ടർ വരുന്നത് T2 - TADP / T1 - TADP. ഓക്കെ, അപ്പം ഇതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മുടെ എക്സിറ്റ് എയറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, സിമിലർലി T1 അതായത് ഇൻലെറ്റ് എയറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അതായത് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കൂളിംഗ് കോയിലിലൂടെ കടത്തി വിടുന്നത് എയറിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ നമ്മുടെ എയറിന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്? അതായത് ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ എയർ പാർട്ടിക്കിളും നമ്മുടെ കൂളിംഗ് കോയിലുമായിട്ട് ഇൻ കോണ്ടാക്റ്റിൽ വരില്ല. ഓക്കെ, അതായത് ഇവിടെ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. ഓക്കെ, അപ്പം എല്ലാ എയറും ഓർ എയർ മോളിക്യൂൾസും നമ്മുടെ ഈ ഒരു കൂളിംഗ് കോയിലുമായിട്ട് ടച്ച് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. സോ ബൈപ്പാസ് ഫാക്ടർ നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈപ്പാസ് ഫാക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോയിൻ്റ് വരുന്നത് 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനിലായിരിക്കും. അതായത് സാച്ചുറേഷൻ കർവിൻ്റെ മേലെ ആയിരിക്കും. സിമിലർലി 5 ADP അതായത് ഈ ഒരു പോയിന്റിലെ നമ്മുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരുന്നത് 100% ആയിരിക്കും. സിമിലർലി പ്രോസസ്സ് വരുന്നത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ RS എന്ന് പറഞ്ഞ 2 പോയിൻ്റ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ റൂം ഡിസൈൻ കണ്ടീഷനാണ്. ഓക്കെ, സിമിലർലി S എന്ന് പറഞ്ഞാൽ സപ്ലൈ എയർ കണ്ടീഷനാണ്. അതായത് നമ്മുടെ കോയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പം റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് / റൂം ടോട്ടൽ ഹീറ്റ്. ഓക്കെ, അപ്പം റൂം ടോട്ടൽ ഹീറ്റിനെ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലാറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, അപ്പം റൂം ടോട്ടൽ ഹീറ്റ് വരുന്നത് ഇത്രയാണ്. ഓക്കെ, റൂം ടോട്ടൽ ഹീറ്റ്. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് ഇത്ര എമൗണ്ട്, അതായത് ഇവിടുന്ന് നമ്മൾ എൻതാൽപ്പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈൻ. സിമിലർലി റൂം ലാറ്റൻറ്റ് ഹീറ്റ് വരുന്നത് ഇത്രയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യാം. ഔട്ട്സൈഡ് എയറും കണ്ടീഷൻഡ് സ്പേസിൽ നിന്ന് റീസർക്കുലേറ്റിംഗ് എയറും കൂടി മിക്സ് ചെയ്തിട്ട് കൂൾ ചെയ്തിട്ട് വീണ്ടും കണ്ടീഷൻഡ് സ്പേസിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു സൈക്കോമെട്രിക് ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പോയിൻ്റ് 1 കാണിച്ചിട്ടുള്ളത് ഔട്ട്ഡോർ എയറിൻ്റെ കണ്ടീഷനാണ്. ദെൻ പോയിൻ്റ് 3 കാണിച്ചിട്ടുള്ളത് മിക്സ്ചർ കണ്ടീഷൻ, അതായത് നമ്മുടെ കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്ന മുന്നേ, അതായത് ഔട്ട്ഡോർ എയറും റീസർക്കുലേറ്റിംഗ് എയറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എയറിൻ്റെ കണ്ടീഷനാണ്.
ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഔട്ട്ഡോർ എയറിനെ ഡീഹ്യൂമിഡിഫൈ ചെയ്തു. സിമിലർലി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 കാണിച്ചിട്ടുള്ളത് റൂം ഡിസൈൻ കണ്ടീഷനാണ്. ഓക്കെ, ദെൻ 4 വരുന്നത് സപ്ലൈ എയർ ഫ്രം കൂളിംഗ് കോയിൽ, അതായത് കൂളിംഗ് കോയിലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സപ്ലൈ എയറിൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, അപ്പം 6 വരുന്നത് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പം ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ ഹീറ്റ്. ഓക്കെ, അപ്പം ഗ്രാൻഡ് ടോട്ടൽ ഹീറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ടോട്ടൽ ലാറ്റൻ ഹീറ്റ്. ഓക്കെ, അപ്പം ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ്. ഓക്കെ, റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ്. സിമിലർലി ടോട്ടൽ ലാറ്റൻ ഹീറ്റ് എന്ന് പറയുന്നത് റൂം ലാറ്റൻ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലാറ്റൻ ഹീറ്റ്. ദെൻ നമുക്ക് ഗ്രാൻഡ് സെൻസിബിൾ ഫാക്ടർ എങ്ങനെ എഴുതാം? ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലാറ്റൻ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലാറ്റൻ ഹീറ്റ്. അതായത് ഈ ഇക്വേഷൻസ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ആൻ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയം ഈസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് 27 degrees Celsius dry bulb temperature and 55% relative humidity. Then the ambient condition is 39 degrees Celsius dry bulb temperature and 28 degrees Celsius wet bulb temperature. Then the room sensible heat load is 1,20,000 kilojoule per hour and room latent heat is 45,000 kilojoule per hour. Then 60% of recirculated air is mixed with 40% of makeup air after the cooling coil. അതായത് കൂളിംഗ് കോയിലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന എയർ ആണ് മിക്സ് ചെയ്യുന്നത്. അതായത് ആംബിയൻ്റ് എയർ ഡയറക്റ്റായിട്ട് കൂളിംഗ് കോയിലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് മിക്സിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഒരു ഡാറ്റയും കൂടി തന്നിട്ടുള്ളത് ദ കണ്ടീഷൻ ഓഫ് എയർ ലീവിങ് ദ കോയിൽ ഈസ് 17 degrees Celsius. അതായത് കോയിലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 17 degrees Celsius ആണ്. എന്നിട്ട് ചോദിക്കുകയാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ, ദെൻ കണ്ടീഷൻ ഓഫ് എയർ എൻ്ററിങ് ദ ഓഡിറ്റോറിയം കണ്ടുപിടിക്കാൻ, സിമിലർലി അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ, സിമിലർലി ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ആൻ എയർ കണ്ടീഷൻ ഓഡിറ്റോറിയം ഈസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് 27 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പം കണ്ടീഷൻഡ് സ്പേസ് ആണ് ഓഡിറ്റോറിയം വരുന്നത്. ഓഡിറ്റോറിയത്തിലെ ടെമ്പറേച്ചർ, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും സിമിലർലി റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുണ്ട്. 27 degrees Celsius 55% ആണ്. ഓക്കെ, ദെൻ നമുക്ക് തന്നിട്ടുള്ളത് ആംബിയൻ്റ് എയറിൻ്റെ ആംബിയൻ്റ് കണ്ടീഷൻ 39 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 28 degrees Celsius WBT. ഓക്കെ, അതായത് ഔട്ട്സൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, സിമിലർലി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ദെൻ ദ റൂം സെൻസിബിൾ ഹീറ്റ് ലോഡ് ഈസ് 1,20,000 kilojoule per hour and latent heat is 45,000 kilojoule per hour. Okay, similarly 60% of recirculated air is mixed with 40% of makeup air. അതായത് നമ്മുടെ മിക്സിംഗ് ചാമ്പറിൽ വെച്ചിട്ട് 40% റീസർക്കുലേറ്റിംഗ് എയറും 60% റീസർക്കുലേറ്റിംഗ് എയർ, അതായത് നമ്മുടെ കണ്ടീഷൻഡ് സ്പേസ് എന്നുള്ള എയറും 40% മേക്കപ്പ് എയറും മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ കണ്ടീഷൻ ഓഫ് എയർ ലീവിങ് ദ കോയിൽ ഈസ് 17 degrees Celsius. അതായത്
കൂളിംഗ് കോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന നമ്മുടെ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ദെൻ RSHF കണ്ടുപിടിക്കണം. സിമിലർലി കണ്ടീഷൻ ഓഫ് എയർ എൻ്ററിങ് ദ ഓഡിറ്റോറിയം. ഓക്കെ, അതായത് നമ്മൾ ഇതിന് നമ്പർ, അതായത് ഇതിൻ്റെ കണ്ടീഷന് നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1 നമ്മൾ ആംബിയൻ്റ് എയർ കണ്ടീഷൻ, അതായത് ഔട്ട്സൈഡ് എയർ കണ്ടീഷൻ നമ്മൾ 1 കൊടുത്തു. സിമിലർലി ഓഡിറ്റോറിയത്തിലുള്ള കണ്ടീഷൻ നമ്മൾ 2 കൊടുത്തു. സിമിലർലി കോയിലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ നമ്മൾ 3 എന്ന് നമ്പർ കൊടുത്തു. സിമിലർലി 4 എന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ നമ്മൾ 4 എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് RSHF കണ്ടുപിടിക്കണം. RSHF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റും തന്നിട്ടുണ്ട്, റൂം ലാറ്റൻറ്റ് ഹീറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് RSHF കണ്ടുപിടിക്കാം. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷൻ ഓഫ് എയർ എൻ്ററിങ് ദ ഓഡിറ്റോറിയം, അതായത് E4, അതായത് കണ്ടീഷൻ 4ലുള്ള സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ്, അതായത് WBT, സിമിലർലി എൻതാൽപ്പി, DBT എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, സിമിലർലി അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറും കണ്ടുപിടിക്കണം, ബൈപ്പാസ് ഫാക്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണം. റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ വരുന്നത് റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് റൂം ലാറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റിൻ്റെയും റൂം ലാറ്റൻറ്റ് ഹീറ്റിൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.727 വരും. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അലൈൻമെൻറ്റ് സർക്കിള് മാർക്ക് ചെയ്യണം. അതായത് അലൈൻമെൻറ്റ് സർക്കിള് വരുന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ് എല്ലാ പ്രോബ്ലത്തിനും. അതായത് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് 26% ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ നമുക്ക് ആംബിയൻ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് 39 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 28 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും. അപ്പോൾ നമ്മൾ 39 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുക. സിമിലർലി 28 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റാണ് നമ്മളെ ആംബിയൻറ്റ് കണ്ടീഷൻ, അതായത് പോയിൻ്റ് 1. ഓക്കെ, പോയിൻ്റ് 1 കിട്ടി. ദെൻ നമുക്ക് റൂം കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് 27 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 55% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പം റിലേറ്റീവ് ഹ്യൂമിഡിറ്റീൻ്റെ ലൈനും 27 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈനും എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കുക. ആ പോയിൻ്റാണ് പോയിൻ്റ് 2, അതായത് റൂം കണ്ടീഷൻ. ഓക്കെ, പോയിൻ്റ് 2. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഒരു ലൈനിന് പാരലായിട്ട് പോയിൻ്റ് 2ന്ന് ഒരു ലൈൻ വരയ്ക്കുക. അതായത് ഈ ഒരു ലൈനിന് പാരലായിട്ട് പോയിൻ്റ് 2ന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാരലൽ ലൈൻ വരച്ചു. ദെൻ നമുക്ക് കണ്ടീഷൻ ഓഫ് എയർ ലീവിങ് ദ കോയിൽ തന്നിട്ടുണ്ട്. അതായത് 17 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു 17 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ ഒരു 17 ഡിഗ്രി സെൽഷ്യസ് അസ്യൂം ചെയ്യുകയാണ്. ദെൻ ഈ പോയിൻ്റ് 2ന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണെന്ന് നോക്കുകയാണ്. ഈ 17 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈന്. ഓക്കെ, അപ്പം ഇവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഇതാണ് പോയിൻ്റ് 3. ദെൻ നമ്മുടെ കോയിലിലേക്ക് എൻ്റർ ചെയ്യുന്നത് 1 ആണ്, കോയിലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് 3 ആണ്. സോ 1ഉം 3ഉം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യിക്കണം. ദെൻ ഇത് ഈ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഈ ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഇത് വരുന്നത് 11.2ലാണ് ടച്ച് ചെയ്യുന്നത്. ഉണ്ടല്ലേ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷൻ ഓഫ് എയർ എൻ്ററിങ് ദ ഓഡിറ്റോറിയം. ഓക്കെ, അതായത് പോയിൻ്റ് 4ലെ കണ്ടീഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് 2ഉം പോയിൻ്റ് 3, അതായത് 60% ഓഫ് എയർ നമ്മളെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വന്ന് മിക്സിംഗ് ചാമ്പറിൽ വെച്ച് 40% ഓഫ്
ഈ കോയിലിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന എയറുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ വരുന്ന എയറിൻ്റെ 40% കൂളിംഗ് കോയിലിൽ നിന്ന് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ കാരണം ഇതിൻ്റെ 40% ഡിക്രീസ് ചെയ്യാണ്. അതായത് ഈ 0.2 എന്ന് വരുന്ന എയറിൻ്റെ 40% ഡിക്രീസ് ചെയ്യാണ്. സിമിലർലി ഈ വരുന്ന എയറിൻ്റെ 60% ഇൻക്രീസ് ചെയ്യാണ് ഈ ഒരു എയറിൻ്റെ ടെമ്പറേച്ചർ കാരണം. അതായത് ഇതിൻ്റെ 60% ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ ഇവിടെയാണ് 17 to 27 ഡിഗ്രി സെൽഷ്യസ്. സോ ഇവിടെ നിന്ന് നമ്മൾ 60% ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. സിമിലർലി ഇവിടെ 40%. ഓക്കെ, ഇത് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത് എവിടെയാണ് നോക്കുക. ഓക്കെ, ഈ പോയിൻ്റാണ് നമ്മുടെ പോയിൻ്റ് 4. ഈ ഫോറിലെ പാരാമീറ്റേഴ്സ് അത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് സൈക്കോമെട്രിക് പാരാമീറ്റേഴ്സ്. അതായത് നമ്മളിവിടെ ഈ ലൈന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പോയിൻ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻതാൽപ്പി കിട്ടും. സിമിലർലി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടും. സിമിലർലി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കിട്ടും. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒമേഗ കിട്ടും. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കിട്ടും. അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം അത് അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബൈപ്പാസ് ഫാക്ടറാണ്. ഓക്കെ, ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് നമ്മളിവിടെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. സിമിലർലി നമുക്ക് 1 അറിയാം, 3 അറിയാം. അതായത് സപ്ലൈ എയറിൻ്റെ, അതായത് കോയിലിന് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷനും അറിയാം. സിമിലർലി ഇവിടെയുള്ള ടെമ്പറേച്ചറും അറിയാം, അതായത് ഇനീഷ്യൽ ടെമ്പറേച്ചർ. അതായത് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? കോയിലിന് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 1ലുള്ള ടെമ്പറേച്ചർ മൈനസ് TADP. ഓക്കെ, അപ്പം വീഡിയോൻ്റെ ലെങ്ത്ത് കാരണം ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു സെപ്പറേറ്റ് പാർട്ട് പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക് കോർണർ.